നമ്മുടെ ആധാർ കാർഡിൽ ചില കാര്യങ്ങൾ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ പുതിയ ആധാർ കാർഡ് എടുക്കുന്നതിനും നിലവിലുള്ള ആധാർ കാർഡ് തിരുത്തുന്നതിനും ചില നിബന്ധനകൾ കർശനമാക്കിയിരിക്കുകയാണ്. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇനി പേരിലെ ചെറിയ തിരുത്തലിന് പോലും ഗസറ്റ് വിജ്ഞാപനം നിർബന്ധമാക്കി. പഴയ പേരിന്റെ തിരിച്ചറിയൽ രേഖയും സമർപ്പിക്കണം. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട ആധാർ കാർഡുമായുള്ള തട്ടിപ്പുകൾ തടയുവാൻ ലക്ഷ്യമിട്ടാണ് നടപടികൾ കടുപ്പിച്ചിരിക്കുന്നത്. പേരിലെ അക്ഷരങ്ങളും ആദ്യ ഭാഗം തിരുത്താൻ ഈ രേഖകൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. പാൻ കാർഡ്, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, തിരിച്ചറിയൽ കാർഡ്, SSLC ബുക്ക്, പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും രേഖകളായി സമർപ്പിക്കാവുന്നതാണ്. പേര് തിരുത്താൻ പരമാവധി 2 അവസരമാണ് ലഭിക്കുക. പുതിയ ആധാർ കാർഡ് എടുക്കുന്നതിനുള്ള അപേക്ഷകളോടൊപ്പം സമർപ്പിക്കുന്ന രേഖകളിലെ ചെറിയ പൊരുത്തക്കേട് പോലും ഇനി അംഗീകരിക്കില്ല. ജനന തീയതി ഒരു തവണയാണ് തിരുത്താൻ ആവുക. 18 വയസ്സ് ആയവർക്ക് ജനന തീയതി തിരുത്താൻ ജനന സർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കും പരിഗണിക്കുക. ഓരോ ദിവസം ചെല്ലുന്തോറും ആധാർ കാർഡിലെ നിയമങ്ങൾ കർശനമാക്കുന്നു. 18 വയസ്സ് കഴിഞ്ഞ് ആദ്യമായി ആധാർ കാർഡിന് അപേക്ഷിച്ചാൽ വില്ലേജ് ഓഫീസർ നേരിട്ട് വീട്ടിലെത്തി പരിശോധിച്ച് മാത്രമാണ് ആധാറിന് അംഗീകാരം നൽകൂ. അപേക്ഷകനെ നേരിൽ കണ്ട് അപേക്ഷകൾ ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തണം. ഈ നടപടികൾക്കൊന്നും പ്രത്യേകം ഫീസ് നൽകേണ്ടതില്ല. പ്രായപൂർത്തിയായവരുടെ പേരിൽ വ്യാജ ആധാർ കാർഡ് വിതരണം ചെയ്യുന്നില്ല എന്നത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഈ പരിഷ്കരണം. എറണാകുളം, തൃശൂർ ജില്ലകളിൽ വില്ലേജ് ഓഫീസർക്ക് പകരം തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരായിരിക്കും പരിശോധനയ്ക്ക് വരുന്നത്. നമ്മുടെ ആധാർ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആധാർ കാർഡിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിയുവാൻ പറ്റും. അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.